ഇരിക്കുന്നത്. മൃഗങ്ങളും മനുഷ്യരും ഇരിക്കുന്നത് പോലെയല്ല പറവകൾ ഇരിക്കുന്നത്. പറവകളോ മനുഷ്യരോ മൃഗങ്ങളോ ഇരിക്കുന്നത് പോലെയല്ല മറ്റു ചില ഇഴജന്തുക്കൾ ഇരിക്കുന്നത്. ഓരോന്നും വ്യത്യസ്തമാണ്. സൃഷ്ടികളിൽ തന്നെ വ്യത്യസ്തമായ ഇരുത്തം നമുക്ക് കാണാമെങ്കിൽ സ്രഷ്ടാവിന്റെ സിംഹാസനാരോഹണം എങ്ങനെയെന്ന് നമുക്ക് നിരൂപിക്കാനാവില്ല. ആ സൃഷ്ടാവിന്റെ യാതൊരു കാര്യവും നമ്മുടെ ഊഹത്തിന് വിഷയീഭവിക്കാവതല്ല. എന്താണോ അള്ളാഹു അവനെ പറ്റി പറഞ്ഞു തന്നത്, അള്ളാഹുവിന്റെ ദൂതൻ അള്ളാഹുവിനെ പറ്റി പറഞ്ഞു തന്നത്, അത് അപ്പടി വിശ്വസിക്കുവാൻ മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. അവന്റെ മഹത്വത്തിന് യോജിക്കുന്ന, അവന്റെ സ്വത്വത്തിന് യോജിക്കുന്ന ഇസ്തിവാ അഥവാ ആരോഹണം എന്ന് വിശ്വസിക്കുകയല്ലാതെ അതെങ്ങനെ എന്ന ചോദ്യം പാടില്ലാത്തതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മക്കയിൽ പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾക്ക് വിശ്വാസ വ്യതിയാനം സംഭവിക്കുകയും ബഹുദൈവ വിശ്വാസികൾ എന്ന വിശേഷണത്തിന്, ആക്ഷേപത്തിന് അവർ അർഹരായി തീരുകയും ചെയ്തത് ഈ രംഗത്ത് സംഭവിച്ചിട്ടുള്ള വ്യതിയാനം കൂടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. രണ്ട് സൂക്തങ്ങൾ ഞാൻ ആ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മരിച്ചുപോയ മഹാത്മാക്കളെ ഇവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു, അവർക്ക് നേർച്ചകൾ അർപ്പിച്ചിരുന്നു, അവരുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചിരുന്നു, അവരുടെ മുമ്പിൽ നമസ്കരിച്ചിരുന്നു. ഇത് ഇബാദത്താണ്, പ്രാർത്ഥനയാണ്, ഇബാദത്താണ്. എന്തിനാണ് നിങ്ങൾ ഈ മരിച്ചുപോയ സൃഷ്ടികളായ മനുഷ്യരുടെ മുമ്പിൽ, അവരുടെ രൂപത്തിൽ കൊത്തിവെക്കപ്പെട്ട പ്രതിഷ്ഠകളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നത്, വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, നേർച്ചകൾ അർപ്പിക്കുന്നത്, വഴിപാടുകൾ അർപ്പിക്കുന്നത് എന്നവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളെ യഥാർത്ഥ പ്രപഞ്ച സൃഷ്ടാവിന്റെ അടുക്കലേക്ക് ശുപാർശ ചെയ്തുകൊണ്ട് അടുപ്പിക്കാനുള്ള മധ്യവർത്തികളാണിവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മരിച്ചുപോയ മഹാത്മാക്കൾക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചുകൊണ്ടിരുന്നത്. അതാണ് ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചുകൊണ്ട് വ്യതിചലിച്ചു പോയതിന്റെ ചിത്രം, അതിന്റെ റൂട്ട് അതാണ് ഖുർആൻ കാണിച്ചു തന്നത്. വിശദാംശങ്ങൾ വേറെയുണ്ട്, ആ വിഷയം പ്രതിപാദിക്കുന്നിടത്തത് പറയും. രണ്ടാമത്തേത്, അവർ മക്കക്കാരായ ആളുകള്, അവർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ യമാമയിൽ ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു. ആ ജ്യോത്സ്യനെ ചെന്ന് സമീപിക്കുമായിരുന്നു. ആ ജ്യോത്സ്യൻ പ്രശ്നം വെച്ചുകൊണ്ട് അവർക്ക് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്, തങ്ങൾക്ക് സൗഭാഗ്യം ലഭിക്കുന്നതെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ലാ നഅരിഫു ഇല്ലാ റഹ്മാനൽ യമാമ. അവരോട്, മക്കയിലെ മുശ്രിക്കീങ്ങളോട് പറയുകയാണ്, എന്താണ് നിങ്ങൾ റഹ്മാനായ റബ്ബിന്, വഇദാ ഖീല ലഹും ഉസ്ജുദൂ ലിർറഹ്മാൻ ഖാലൂ വമർ റഹ്മാൻ, റഹ്മാനായ പരമകാരുണികനായ അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യുവിൻ, സാഷ്ടാംഗം ചെയ്യുവിൻ എന്ന് പറയപ്പെട്ടാൽ അവർ ചോദിക്കും, ഏതാണ് ഈ റഹ്മാൻ, ഏതാണ് ഈ റഹ്മാൻ? അള്ളാഹുവിന്റെ വിശേഷണമായ റഹ്മാൻ അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിനെ റഹ്മാനായി അംഗീകരിക്കുന്നതിന് പകരം അവരെ യമാമയിലെ ജ്യോത്സ്യനായ കാഹിനുൽ യമാമ, യമാമയിലെ ജ്യോത്സ്യനെയാണ് അവർ റഹ്മാനായി അംഗീകരിച്ചിരുന്നത്. ലാ നഅരിഫു ഇല്ലാ റഹ്മാനൽ യമാമ, യമാമയിലെ ജ്യോത്സ്യനാണ് ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്നത്, ഞങ്ങൾക്ക് കരുണാ കടാക്ഷങ്ങൾ വർഷിച്ചു തരുന്നത്, അതുകൊണ്ട് ആ ജ്യോത്സ്യനല്ലാത്തൊരു റഹ്മാനെ ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മാൻ എന്ന വിശേഷണം അവന്റെ അടിമകളിൽപ്പെട്ട യമാമയിലെ ജ്യോത്സ്യന് വകവെച്ചു കൊടുത്തുകൊണ്ട് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച് ബഹുദൈവ ആരാധനയിൽ അവരെത്തിപ്പെട്ടത് അല്ലാഹുവിന്റെ വിശേഷണം അവന്റെ അടിമകൾക്ക് വകവെച്ചു കൊടുത്തുകൊണ്ടാണ്, വിശേഷണത്തിൽ പങ്കുചേർത്തിക്കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഉദാഹരണം സൂചിപ്പിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അല്ലാഹുവിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളിൽ വീഴ്ച വരുത്താതെയാണ്. ഒന്ന്, അഖിലാണ്ട പ്രപഞ്ചങ്ങളെ, ഞാനടക്കം ഈ പ്രപഞ്ചത്തിൽ സകല മനുഷ്യരും, മനുഷ്യരടക്കം പ്രപഞ്ചത്തിലുള്ള സകല ജീവികളും, പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ ഉൾക്കൊള്ളുന്ന സകല ചരാചരങ്ങളും, അതെ ആകാശഭൂമികള്, അതേപോലെ തന്നെ അവയിലുള്ള സർവ ചരാചരങ്ങള്, അഖിലാണ്ട പ്രപഞ്ചങ്ങള്, അവയെ സൃഷ്ടിച്ച് പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാഥനുണ്ട്, ഒരു രക്ഷ
രക്ഷിതാവുണ്ട്, അവനാണ് യഥാർത്ഥത്തിലുള്ള ദൈവം എന്ന് വിശ്വസിക്കുക. ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ മുമ്പിൽ എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ നേർച്ചകളും എൻ്റെ നമസ്കാരങ്ങളും എൻ്റെ സകല ആരാധനകളും നന്ദി സൂചകമായി അവന്റെ മുമ്പിൽ മാത്രമേ ഞാൻ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുക. അതോടൊപ്പം തന്നെ ആ സൃഷ്ടാവ് അവന്റെ നാമങ്ങളിൽ, അവന്റെ വിശേഷണങ്ങളിൽ ഒരിക്കലും തന്നെ ഒരാളെയും പങ്കുചേർക്കാൻ പാടില്ല. അവയിലും അവൻ ഏകനാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലും രക്ഷാധികർത്തൃത്വത്തിലും ഏകനാണ്, പങ്കുകാരില്ലാത്തവനാണെന്ന പോലെ സകല ആരാധനകളും സ്വീകരിക്കുന്നതിൽ, അർപ്പിക്കപ്പെടുന്നതിൽ അവൻ ഏകനാവണം. അവനല്ലാത്ത മറ്റൊരാൾക്കും ആരാധനയിൽ ഒരു അംശം പോലും അർപ്പിക്കുവാൻ പാടില്ല. അവന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും അവൻ ഏകനാണ്. അവൻ കാണുന്നത് പോലെ കാണുന്നവരില്ല, കേൾക്കുന്നത് പോലെ കേൾക്കുന്നവരില്ല, അറിയുന്നത് പോലെ അറിയുന്നവരില്ല. അവന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും ഗുണങ്ങളിലും അവൻ ഏകനാണ്, പങ്കുകാരില്ലാത്തവനാണെന്ന് വിശ്വസിക്കണം. റബ്ബുസ്സമാവാതി വൽ അർദി വമാ ബൈനഹുമാ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മറിയമിലുള്ള ഒരു സൂക്തം തൗഹീദിന്റെ ഈ മൂന്ന് വശങ്ങളും, സമഗ്രമായ ഈ മൂന്ന് വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്ക് വിവരിച്ചു തരുന്നത്. റബ്ബുസ്സമാവാതി വൽ അർദി വമാ ബൈനഹുമാ, ആകാശഭൂമികളെയും അവക്കിടയിലുള്ള സർവ്വതിനെയും സൃഷ്ടിച്ച് പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്, അവൻ ഏകനാണ്, ഒരുവനാണ്, അവനാണ് അല്ലാഹു. ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി, അതിനാൽ ആ ഏകനായ അല്ലാഹുവിനെ നീ ആരാധിക്കുക. അവന് ആരാധനകൾ അർപ്പിക്കുമ്പോൾ, അവനെ മാത്രം ആരാധിക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന്, കുടുംബക്കാരണവന്മാരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, നാട്ടിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകും. നിലവിലുള്ള വിശ്വാസത്തിന്, പാരമ്പര്യമായി സ്വീകരിച്ചു വന്ന വിശ്വാസത്തിന് എതിരാണെന്ന് കാണുമ്പോൾ പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകും. ഏകദൈവ വിശ്വാസിയായി ഏകദൈവ ആരാധനയോടുകൂടി കഴിഞ്ഞുകൂടുമ്പോൾ നിനക്ക് അനുഭവപ്പെടുന്ന എതിർപ്പുകളെന്തോ പ്രയാസങ്ങളെന്തോ, ആ പ്രയാസങ്ങളെ നീ തരണം ചെയ്യണം, നീ ക്ഷമിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. മൂന്നാമതായി ഹൽ തഅലമു ലഹു സമീയ, അവന് നാമമൊത്ത ആരെയെങ്കിലും നിനക്കറിയുമോ? അഥവാ അവന്റെ നാമങ്ങളിൽ അവൻ ഏകനാണ്, അവന് തുല്യമായി ആരുമില്ല. അവന്റെ വിശേഷണങ്ങള്, ഗുണങ്ങള്, നാമങ്ങള്, ഇവയിലും അവൻ ഏകനാണ്. തൗഹീദിന്റെ ഈ മൂന്ന് വശങ്ങള് ഇത് ഉൾക്കൊള്ളുന്നതാണ് ഈ വചനം. ഇങ്ങനെയാണ് അല്ലാഹുവിനെ നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഈ വിഷയം വളരെ വ്യക്തമായി നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ആ വിവരിച്ചു തന്നതുപോലെ നാം മനസ്സിലാക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് അല്ലാഹുവിൽ നാം വിശ്വസിക്കേണ്ടത് എന്ന് നമുക്ക് വിശദീകരിച്ചു തരുന്നിടത്ത് കാണാം. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെപ്പോലെ യാതൊന്നും തന്നെയില്ല. അല്ലാഹുവിനെ പോലെ എന്ന് പറയാൻ ആ സൃഷ്ടാവിനോട് ഏതെങ്കിലും തരത്തിൽ സാമ്യമുള്ളതായി യാതൊന്നിനെയും നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവന് സമമായി അവന്റെ ദാത്ത് സത്തയിലോ, അവന്റെ അസ്മാ നാമങ്ങളിലോ, അവന്റെ സിഫാത്ത് വിശേഷണങ്ങളിലോ അവന് തുല്യമായി യാതൊന്നും തന്നെയില്ല. എന്ന് പറയുമ്പോൾ അവനൊരു ഗുണങ്ങളുമില്ല, നിർഗുണനാണ് എന്നാണോ പറയുന്നതിന്റെ അർത്ഥം? അല്ല. നേരെ മറിച്ച് അവന് വിശേഷണങ്ങളുണ്ട്, അവന് നാമങ്ങളുണ്ട്. അവന്റെ നാമങ്ങളെ സ്ഥാപിക്കുകയാണ്, സ്ഥിരീകരിക്കുകയാണ്. വഹുവസ് സമീഉൽ അലീം, അവൻ സമീആണ്, എല്ലാം കേൾക്കുന്നവനാണ്, അതേപോലെ തന്നെ എല്ലാം അറിയുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞുകൊണ്ട് അവന് ഇൽമുണ്ട് എന്ന് സ്ഥാപിച്ചു, അവന് സമഅ് കേൾവിയുണ്ട് എന്ന് സ്ഥാപിച്ചു. പക്ഷേ അവന്റെ കേൾവിയും സൃഷ്ടികളുടെ കേൾവിയും ഒരുപോലെയല്ല. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കേരളീയ സമൂഹത്തില്, കേരളത്തിലെ മുസ്ലിം സമുദായത്തില് ഭൂരിപക്ഷം വരുന്ന ആളുകളെന്ന് പറയുന്നവർ അവകാശപ്പെടുന്നത് അവരുടെ വിശ്വാസം ശരിയാണ് എന്നതാണ്. പക്ഷെ ആ വിശ്വാസത്തെ നമ്മൾ കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെയും സഹിഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത്, പരിശോധിക്കേണ്ടത്. ആ പരിശോധന നടത്തുമ്പോൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച് നേർച്ചമാടി
വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ട് അവർ ആരാധനയിൽ പങ്കുചേർക്കുന്നത് പോലെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും അവർക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പൂർണ്ണമായി അവർ അംഗീകരിക്കുന്നില്ല. അള്ളാഹുവിന് ഇല്ലാത്ത വിശേഷണങ്ങൾ അവർ സ്ഥാപിക്കുന്നു. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ അള്ളാഹുവിന്റെ അടിമകളെ പങ്കുചേർക്കുന്നു. ഈ 3 തരത്തിലുള്ള കുഴപ്പങ്ങളും തങ്ങളുടെ വിശ്വാസങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന്